നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തണുത്ത ജ്യൂസ് കുടിച്ചാലേ ശരീരം മാത്രമേ തണുക്കൂ. ഹോ, ഉള്ളിങ്ങനെ ചുട്ടുപഴുത്ത് നിൽക്കല്ലേ. മനസ്സിലായില്ല. ഓർത്തിട്ട് എന്റെ ചങ്കങ്ങ് പൊടിയ. അപ്പച്ചി കാര്യം പറ. നീ പറഞ്ഞ കാര്യം തന്നെ. ഹോസ്പിറ്റലിലേ. ഹോ, എന്നാലും ഓരോരോ തീരുമാനങ്ങളെ അതിനൊപ്പം തുള്ള നിന്റെ അച്ഛനും. പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പൊന്നാങ്ങളേക്ക് പണ്ടേ പ്രിയം മാനസപുത്രനെ ആണല്ലോ. അപ്പച്ചി ഇതുവരെ കാര്യം വ്യക്തമായി പറഞ്ഞില്ല. ഇനി എന്തോന്ന് വ്യക്തമായിട്ട് പറയാൻ. അക്ഷരം ആശുപത്രിയെ ധർമാശുപത്രി ആക്കുന്ന കാര്യം തന്നെയാ. നീ തന്നെയല്ലേ പറഞ്ഞത് നിന്റെ കെട്ടിയോൻ നന്മമരവും നിന്റെ അച്ഛനും ചേർന്ന് നാട്ടിലെ നെഞ്ചുരോഗികൾക്കെല്ലാം സൗജന്യ ചികിത്സ കൊടുക്കാൻ പോണ കാര്യം. അതൊന്നും നടക്കത്തില്ല അപ്പച്ചി. എന്റെ എതിർപ്പ് ഞാൻ അപ്പൊ തന്നെ അറിയിച്ചിട്ടുണ്ട്. എതിർപ്പ് അറിയിച്ചിട്ട് നിയമസഭയിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത്തരം പരിപാടികൾക്കേ 10 പൈസ കിട്ടാതെ ഒരു ഗുളിക പോലും ആർക്കും കൊടുക്കരുത്. നോക്കാം എവിടം വരെ പോകുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലേ ആശുപത്രി പിച്ചക്കാരെ കൊണ്ട് നിറയും. നിന്റെ ഭർത്താവിനെ അവന്റെ ഇമേജ് വർദ്ധിപ്പിക്കലാ ഉദ്ദേശം. അതെങ്ങനെയാ? അടുത്തട്ടിൽ നിന്നും ചേറുകണ്ടത്തിൽ നിന്നും വന്നവനൊക്കെ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കൂ. നാളെ അവന്റെ അമ്മാവൻ ആ കള്ളവണ്ടി ശങ്കരനെ ആശുപത്രിയിലെ MD ആയിട്ട് കൊണ്ടിരുത്തിയാലും അത്ഭുതപ്പെടാനില്ല. അപ്പച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അയ്യോ, അപ്പച്ചി പറഞ്ഞാലും ഇല്ലെങ്കിലും വരാനുള്ള ഭ്രാന്തൊക്കെ സമയം പോലെ വന്നോളൂ. പിന്നെ ഞാൻ പറയുന്നതൊക്കെ ഇടംവലം നോക്കാതെ കൃത്യമായി ഫലിച്ചിട്ടുണ്ട്. പിന്നെ പണ്ട് നാട്ടിലെ എനിക്കുണ്ടായിരുന്ന പേരെന്താന്ന് നിനക്കറിയോ? നിന്റെ അച്ഛനറിയാം. കരിനാക്ക് കാഞ്ചന.